RSS നടത്തിയ നമ്പർ 50 70 മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ വരുമ്പോൾ ആം ആദ്മി പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥയിലാണ്. 2013 പോലും 27 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി നേടിയതെങ്കിൽ ഇപ്പോൾ 19 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി വാഷ് ഔട്ട് ചെയ്യുന്നു. BJP 50 ഇടങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിയെ 19 ഇടങ്ങളിലേക്ക് ചുരുക്കി 50 ഇടങ്ങളിലേക്ക് BJP പടരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഡൽഹിയെ മുഴുവൻ താമര വസന്തമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേശീയ പാർട്ടിയാകാൻ ശ്രമിച്ച ആം ആദ്മി പാർട്ടിയെ ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനാണ് ഇന്ദ്രപ്രസ്ഥത്തിന് താമര കൊണ്ട് പുഷ്പാർച്ചന നടത്തുകയാണ് ദില്ലിയിലെ വോട്ടർമാർ. അങ്ങനെ ദില്ലിയിലും കേന്ദ്രത്തിലും സംസ്ഥാന സർക്കാരിലും BJP സാന്നിധ്യം. ദില്ലിയിൽ താമരയുടെ പുഷ്പാർച്ചന നടക്കുന്നു. താമര കൊണ്ട് അലങ്കരിക്കുന്നു ദില്ലിയെ. താമര കൊണ്ട് ആഭരണമായി മാറുന്നു, രാഷ്ട്രീയാഭരണമായി മാറുന്നു ദില്ലിക്ക്. ആം ആദ്മി പാർട്ടിയുടെ ചൂലുപേക്ഷിച്ച് കുറഞ്ഞു. BJP 45, ആം ആദ്മി പാർട്ടി 24, കോൺഗ്രസ് 1. കോൺഗ്രസ് പോയല്ലോ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഈ പറയുന്ന 75% വോട്ടുണ്ടല്ലോ, പിന്നെ ഹിന്ദു വോട്ട്സ് ഉള്ള സ്ഥലങ്ങളിൽ BJP ഒരു മുന്നേറ്റം നടത്തുമ്പോൾ അവിടെ പോയിരിക്കുന്ന വോട്ട് ആദ്യം അറിയാമോ? ആം ആദ്മി പാർട്ടിയുടെ വോട്ടാ പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സ്പോയിലർ ആകുന്നു കോൺഗ്രസ് എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോഴും BJPയുടെ ഹിന്ദു വോട്ട് ബാങ്കിൽ നല്ലൊരു ശതമാനം വാങ്ങിക്കൊണ്ട് തന്നെയാണ് ആം ആദ്മി കെജ്രിവാൾ പിന്നിൽ കേട്ടോ. 7000 ചെറുതല്ലാത്തതാണ്. ന്യൂഡൽഹിയിൽ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായി. പക്ഷെ അവിടെ എത്രയാണ് സന്ദീപ് ദീക്ഷിത് പിടിക്കുന്നത് എന്ന വോട്ട് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരൊറ്റ കണക്കാണ് അതിലുള്ളത്. 4% കോൺഗ്രസിന്റെ വോട്ട്. ആ 4% നിന്ന് 10% കോൺഗ്രസ് വോട്ട് ശതമാനം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടിക്ക് വിനയായിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി 28, BJP 41. വീണ്ടും ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചുവരവ്. ആം ആദ്മി പാർട്ടി 28. കാര്യം പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി എതിരാവുകയാണെങ്കിൽ തിരിച്ച് ജയിലിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അതെ. അപ്പോൾ കേജ്രിവാൾ ഇനി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണോ? മറിച്ചാണെങ്കിൽ കേജ്രിവാളിന്റെ ഒരു സ്ട്രാറ്റജി എന്താ? കേജ്രിവാൾ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനെ അല്ല. അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റായി സിവിൽ സർവീസിൽ വന്ന് റവന്യൂ വിഭാഗത്തിൽ നിന്ന് പിന്നീട് ഒരു ആക്ടിവിസ്റ്റായി മാറിയ ആളാണ്. ആക്ടിവിസ്റ്റായി മാറുമ്പോഴും ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ആം ആദ്മി പാർട്ടി രൂപീകരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്നതിലേക്ക് എത്തുകയാണ്. ആം ആദ്മി പാർട്ടി എഴുതിത്തള്ളുന്നത് ഈ ഘട്ടത്തിലും ആം ആദ്മി പാർട്ടി ശക്തമായ തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകുന്നു. ഇഞ്ചോടിഞ്ച് മത്സരത്തിന്റെ നേതാക്കൾ പിന്നാക്കം പോവുകയും ചെയ്യുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. 32 ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. BJP 37 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു.